മകരവിളക്കിനായി ശബരിമല സന്നിധാനം സജ്ജമാവുകയാണ്. കഴിഞ്ഞ ദിവസത്തെ കണക്ക് 71,783 പേർ ശബരിമല സന്നിധാനത്ത് എത്തിയെന്നുള്ളതാണ്. ഇത് ഈ ഒരു മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. പക്ഷേ ഇവിടെ എത്തുന്ന തീർത്ഥാടകരിൽ വലിയൊരു വിഭാഗം ഇവിടെ തന്നെ തങ്ങുന്നു, ക്യാമ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. എത്തുന്ന തീർത്ഥാടക എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും ഇവിടുന്ന് മലയിറങ്ങി പോകുന്നവരുടെ തീർത്ഥാടകരുടെ എണ്ണം അതിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം വലിയൊരു വിഭാഗം ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നു. പാണ്ടിത്താവളത്തിലും അതേപോലെ തന്നെ BSNL പരിസരത്തും മറ്റ് കൊപ്രാകളത്തിന് പരിസരത്തും ഒക്കെ ആയിട്ട് ഈ സന്നിധാനത്തിൻ്റെ വിവിധ മേഖലകളിൽ തീർത്ഥാടകർ ഇതിനോടകം തന്നെ പർണശാല കെട്ടിയും ക്യാമ്പ് ചെയ്യാനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ക്യാമ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ തന്നെയാണ് സന്നിധാനത്ത് പോലീസും ദേവസ്വം ബോർഡും നടപ്പാക്കുന്നത്. മുൻ വർഷത്തെ പോലെ ഇവിടെ എവിടെയും പാചകം ചെയ്യാൻ അനുവാദമില്ല. ഭക്ഷണം സൗജന്യമായി ഭക്ഷണവും വെള്ളവും ദേവസ്വം ബോർഡ് തീർത്ഥാടകർക്ക് നൽകും. അതേപോലെ തന്നെ ഈ വനത്തോട് ചേർന്നുള്ള മേഖലകളിൽ പർണശാല കിട്ടുന്നതിന് നിയന്ത്രണമുണ്ട്. പ്രത്യേകിച്ച് പാണ്ടിത്താവളത്തിൽ ഉരക്കുഴിയോട് ചേർന്നുള്ള മേഖലകളിലൊക്കെയാണ് സാധാരണ തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ ക്യാമ്പ് ചെയ്യുന്നത്. അവിടെയൊക്കെ ഇത്തവണ കുറച്ചുകൂടി ജാഗ്രതയോടെ വേണം പർണശാല കെട്ടുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ പരമാവധി താഴത്തേക്ക് പാണ്ടിത്താവളം മേഖലയിലേക്ക് തീർത്ഥാടകരെ താമസിപ്പിക്കുവാനുള്ള നീക്കവും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇന്നിപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല സന്നിധാനത്ത് എന്നുള്ളതാണ് രാവിലത്തെ ഒരു കാഴ്ച. 2000-നും 3000-നും തീർത്ഥാടകരാണ് പമ്പയിൽ സന്നിധാനത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് വലിയ തിരക്ക് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് രാവിലെ വലിയ തിരക്കാണെങ്കിൽ ഇന്നത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. പമ്പ മുതൽ സന്നിധാനം വരെ തീർത്ഥാടകർക്ക് എവിടെയും നിയന്ത്രണങ്ങളില്ല. നടപ്പന്തൽ ഒഴിഞ്ഞു കിടക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. വളരെ വേഗത്തിൽ സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തന്നെ എത്തിയവരിൽ വലിയ ഒരു വിഭാഗം ഈ ദിവസങ്ങളിൽ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്തവരാണ്. അപ്പോൾ ആ തിരക്കിൻ്റെ ഒരു കണക്ക് വ്യത്യാസം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ വലിയ ഒരു വിഭാഗം ഇവിടെ തങ്ങുന്നു, ക്യാമ്പ് ചെയ്യുന്നു എന്ന കാര്യം കൂടി പറയുമ്പോഴാണ്. എന്താണെങ്കിലും മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ സജീവമാണ്. 13-ാം തീയതി 40,000 പേർക്കും 14-ാം തീയതി 35,000 പേർക്ക് മാത്രമാണ് വിർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴിയും സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളത്. മകരവിളക്കിൻ്റെ അന്ന് 14-ാം തീയതി 11 മണി മുതൽ പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കില്ല. 10 മണി മുതൽ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്കും തീർത്ഥാടകർക്ക് പ്രവേശനം ഉണ്ടാവില്ല. ഇവിടെ നിന്ന് മകരവിളക്കിൻ്റെ ദർശനം കഴിഞ്ഞ് മടങ്ങി പോകുന്നത് പോലീസിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേണം. അങ്ങനെ പോലീസ് എല്ലാവിധ മുന്നൊരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പോലീസിൻ്റെയും RF-ൻ്റെയും കൂടുതൽ സംഘങ്ങളും ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 2 ലക്ഷത്തോളം പേർ ഈ ദിവസങ്ങളിൽ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ സന്നിധാനത്തുണ്ടാകുമെന്നാണ് പോലീസിൻ്റെ കണക്ക്. ഇത് മുൻകൂട്ടി കണ്ടുള്ള അല്ലെങ്കിൽ ഇതിനു വേണ്ട മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും ഇന്ന് രാവിലെ തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇതുവരേക്കും നിലവിലുള്ളത്. സന്നിധാനത്തും CB അനുമോദ്, News 18.